ഹലോ മക്കളെ, എങ്ങനെ പഠിക്കുന്നവർക്കാണ് കെമിസ്ട്രി എക്സാം ടഫ് ആവുക? അത് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയാം. ഇത്രയും എക്സാമൊക്കെ കഴിഞ്ഞ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വരുമായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ SLC എക്സാം എഴുതി തുടങ്ങുമ്പോഴുള്ള അത്രയൊരു ബോധമൊന്നും ഇപ്പോൾ പല ആളുകൾക്കും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾക്ക് കെമിസ്ട്രി എക്സാമിനായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വിശ്രമിക്കാം, നാളെ രാവിലെ നോക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. നാളെ രാവിലെ ആകുമ്പോൾ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ലൈവ് വീഡിയോസൊക്കെ കണ്ടു നോക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ചിലപ്പോൾ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുന്നു. അപ്പോൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ ആകെ ഒരു കാട്ടിക്കൂട്ടലായിരിക്കും. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് മറ്റന്നാളാകുന്നു, അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് ടെൻഷൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ടെൻഷൻ തുടങ്ങും. നാളെ എക്സാം ആണല്ലോ, ഇന്ന് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾ നോക്കും. അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതെ അവസാനം നിങ്ങളുടെ മാരത്തോണെത്തും. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള വരാൻ ഹൈ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പഠിച്ചു വന്ന ഒരാൾക്ക് ആ ക്വസ്റ്റ്യൻസ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എക്സാം എളുപ്പമാവില്ല, തീർച്ചയായിട്ടും ടഫാവും. അതാണ് നിങ്ങളുടെ ഈ കഴിഞ്ഞ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് തെളിവായിട്ട് വന്നത്. ഒന്നും വേണ്ട, നമ്മളുടെ കെമിസ്ട്രി മോഡൽ എക്സാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് കുട്ടികൾ ടഫാണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ എളുപ്പമാണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എളുപ്പമാണെന്ന് കമൻറ്റ് ചെയ്ത കുട്ടികളൊക്കെ ഒരുപാട് ആളുകളും ഞങ്ങൾ അസ്ത്ര ബാച്ചിലുള്ള കുട്ടികളായിരുന്നു, കുറേ ആളുകളൊക്കെ കൺസെപ്റ്റ് പഠിച്ച കുട്ടികളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തീർച്ചയായിട്ടും മക്കളെ, സൈലം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു പ്ലാൻ അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് രാത്രി മുതൽ നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെ വരെ ഒരു കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് സൈലം നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത്. ഈ പ്ലാനിനോടൊപ്പം നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഷുവർ നിങ്ങൾക്ക് A+ എന്നല്ല ഞാൻ പറയുന്നത്, 40 ഔട്ട് ഓഫ് 40 തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ നേടാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിലേതെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾ മിസ്സാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ റിസ്ക്കിലായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഞാൻ വീണ്ടും ഉറപ്പ് പറയുന്നടാ, നമ്മുടെ മാരത്തോണിന് ചെയ്യുന്ന ചോദ്യങ്ങൾ അത് 100% ഷുവർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ കൺസെപ്റ്റ് അറിയുന്ന കുട്ടികൾക്ക് മാത്രമാണ് ആ ചോദ്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതല്ലാണ്ട് ഒരേ ക്വസ്റ്റ്യൻ തന്നെ അച്ചടിച്ച് പിറ്റേന്ന് ചോദ്യപേപ്പറിൽ വരണമെന്ന് നിർബന്ധത്തോട് കൂടിയിട്ട് മാരത്തോൺ വന്ന് കണ്ട് പിറ്റേന്ന് എക്സാമിന് പോയി അതിലേതൊക്കെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടെസ്റ്റ് ചെയ്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് എക്സാം ടഫായിരുന്നു, എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്നത് എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, വർക്ക് ചെയ്താലേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഇനി ആലോചിക്കേണ്ടത് റെസ്റ്റ് എടുക്കാം എന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞു കൊടുക്കുന്ന ഈ നിമിഷം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കും. മക്കളെ, ആലോചിക്കുക, 2 എക്സാമാണ് നിങ്ങൾക്ക് ഇനിയുള്ളത്. ആ 2 എക്സാമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുവോളം റെസ്റ്റ് എടുക്കാം. നിങ്ങൾ റെസ്റ്റ് എടുത്ത് അവസാനം റെസ്റ്റ് എടുക്കുന്നതിനോട് ചടപ്പ് തോന്നുന്ന ഒരു വിധത്തിൽ വരെ നിങ്ങൾക്കായിത്തീരും. ഒന്ന് വർക്ക് ചെയ്യടാ, നമ്മളോടൊപ്പം നിങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യുകയാണെങ്കിൽ സാർ 100% ഷുവർ നിങ്ങൾക്ക് ഉറപ്പ് തരാം, കെമിസ്ട്രി എക്സാം നിങ്ങൾക്ക് 40-ൽ 40 തന്നെ നേടാൻ പറ്റും. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ കറക്റ്റ് ഞങ്ങളുടെ പ്ലാൻ ഫോളോ ചെയ്യുക. ഒരു കുട്ടിക്ക് പോലും A+ ഇത് കിട്ടാതിരിക്കരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുക. എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ കൃത്യമായി സൈക്കോളജിക്കലിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു കുട്ടി പഠിച്ചു തുടങ്ങേണ്ടത്, എന്താണ് ഒരു കുട്ടിക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ പ്ലാനുകൾ വരുന്നത്. ആ പ്ലാനുകൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇന്ന് രാത്രിയിലെ ലൈവ് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, തുടർച്ചയായിട്ട് ആ പ്ലാനിനോടൊപ്പം നിങ്ങൾ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാം. കെമിസ്ട്രി ടഫാകില്ല. മറിച്ച് നിങ്ങൾ എക്സാമിൻ്റെ തലേന്നത്തെ ലൈവിന് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കെമിസ്ട്രി എക്സാം ടഫാകും. പക്ഷെ അങ്ങനെ ആകാതിരിക്കട്ടെ, എല്ലാ കൂട്ടുകാരും ഞങ്ങളോടൊപ്പം കാണും എന്ന് ഉറപ്പാണ്. നിങ്ങളുടെ ആ ഉറപ്പ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ പ്ലാനിനോടൊപ്പം കാണാം. ഓൾ ദി ബെസ്റ്റ്.